ആര് പോയി? എന്താ ഏതാ ഐറ്റം? ബ്രാൻഡ് ഏതാ? ബ്രാൻഡ് JDF. എന്താ പേര് ചേട്ടന്റെ? റോങ് ആണെന്നോ? ജോണർ. ചേട്ടന്റെ പേര് പറ. പേര് പോളച്ചൻ, സോജച്ചൻ, എന്തെങ്കിലും ആവട്ടെ. കാരണം ഇയാള് ആത്മാർത്ഥ ഞാൻ നോക്കുമ്പോ ഐസ്ക്രീമും ചപ്പി കഴിക്കുകയായിരുന്നു. എന്നെ കണ്ടതും നാടൻ പാട്ട് പെട്ടെന്ന് വേണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചാടി എനിക്ക് വന്ന ആ ചേട്ടന് കൊടുക്കണ ആദ്യത്തെ കൈയടി. ഇനി ഞാൻ പോയിക്കോട്ടെ, ഞാൻ പാടിക്കോട്ടെ, ഞാൻ ഇടയ്ക്ക് വരാം. ഉണ്ടാവില്ലേ? ആരും കൊണ്ട് കൂടെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നമുക്ക് ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏതാണ്ടൊക്കെ ഇവിടെയുണ്ടൊക്കെ ഒരു ചെറിയൊരു കട്ടൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഇതൊരു സ്നേഹമായിട്ട് കാണാവൂ. ഒരിക്കലും ഒരു പകരക്കാരനാവാൻ ആർക്കും സാധിക്കാത്തൊരു കലാകാരനാണ് മണിച്ചേട്ടൻ. ഞാൻ തലയിൽ വച്ചേക്കുന്ന നല്ല ഒന്നാന്തര ഒറിജിനൽ വിഗ്ഗ, മുടിയല്ല. പിന്നെ കയ്യിൽ വളയിട്ടുണ്ട്, സ്വർണ്ണമല്ല ചെമ്പാണ്. സ്വർണം മേടിക്കാനുള്ള ശേഷി ആയിട്ടില്ല, അതുകൊണ്ടാണ്. എന്തൊക്കെ നമ്മൾ ആടിയാലും പാടിയാലും മണിച്ചേട്ടനോളം ആർക്കും പറ്റില്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ കുറച്ച് ചാലക്കുടിയിൽ നിന്ന് കുറച്ച് കലാകാരന്മാരെ എത്തിയിട്ടുണ്ട്. ചാലക്കുടിക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം തന്നെ സഞ്ജു എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റിലൂടെ വന്ന് കൺഫേം ആയി, നിങ്ങളെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ആദ്യം പറയേണ്ടത്, ഞങ്ങളിവിടെ വന്നപ്പോൾ സുനിൽ ചേട്ടൻ അല്ലേ, അനിൽ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആദ്യം വന്ന് കയറിപ്പോ വിചാരിച്ചു ആള് മിസ്റ്റർ കേരള എന്ന് വിചാരിച്ച. ആ ജിംനാശ് ബോഡിയൊക്കെ കണ്ടപ്പോ അതൊരു ഒന്നൊന്നര മുതല. അപ്പോ അനീഷേട്ടന്റെ വീട്ടിൽ വന്നതും ഞങ്ങൾക്ക് ചായയും പപ്സും മറ്റുള്ള കാര്യങ്ങൾ, അവരുടെ സ്നേഹം നിറഞ്ഞ അത് തന്നെ വയറ് നിറഞ്ഞു എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ സംഘാടകരും പിന്നെ നാട്ടുകാരും എല്ലാവർക്കും എന്റെ ചക്കര ഐ ലവ് യു ഉമ്മ ഉമ്മ ഉമ്മ. അപ്പൊ ഞാനൊരു കാര്യം, നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിയണം. ഒരു 10 കിലോമീറ്റർ അപ്പുറത്തെങ്കിലും നമ്മുടെ ഈ എലഗൻസ് ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിയണം. അതിന് വേണ്ടത് കയ്യടി മാത്രമല്ല, എല്ലാവരും ഉറക്കൊന്ന് കൂവിയേ. ആരോഗ്യം പോരാ, ഇനി കൂവി കൊണ്ട് കൈയടിച്ചേ. ഓക്കെ, നമുക്ക് ഇതാണ് വേണ്ടത്. ഈ ഒരു എനർജി, ഈ ഒരു വൈബ് നമുക്ക് ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ JDF ആദ്യം നമുക്ക് ചാലക്കുടി ചന്തയ്ക്ക് പോവാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള നീ എല്ലാരും ഇപ്പൊ കൂടെ പാടുവോ? വേറെ ഏത് പാട്ടറിയോ? കണ്ണിമങ്ങ പ്രായത്തിൽ മാമ്പഴമാകട്ടെ. ഇത് ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോഴേക്കും എന്റെ കഴുതി കിടക്കണ ഈ സാധനം നമ്മുടെ ചേട്ടൻ ടച്ചിങ് ആയിട്ട് എടുക്കും, ഉറപ്പാ. എന്തായാലും അപ്പോ സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഇനി ഏതാ? ഓടണ്ട ഓമനപ്പൂമോകം കുഞ്ഞിനാളി ചെറുപ്പത്തിലല്ലടി ഓടപ്പഴം പോലൊരു. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും അറിയാമല്ലേ? എന്റെ കൂടെ എത്തി പാടണം. നമ്മൾ ആദ്യം ചാലക്കുടി എന്തൊക്കെ പോവാം. 1 2 3 സ്റ്റാർട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനച്ചോപ്പുള്ള നീ കാരി പെണ്ണിനെ കണ്ടേന. ചെമ്പല്ലിക്കരി നീ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണം.
ഇത് കമ്മിറ്റിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകരിലെ നമ്മുടെ സഞ്ജുനെ ക്ഷണിക്കുകയാണ്. ലെഗൻസ് എന്ന ആർട്സ് ആൻഡ് സ്പോർട്സിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് പേരാമ്പ്ര വരച്ച കലാഭവൻ മണിച്ചേട്ടന്റെ ചിത്രമാണ് ഞങ്ങള് ചാലക്കുടി വൈറൽ ബീറ്റ്സ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓണ സമ്മാനമായിട്ട് കാണണം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇത്ര നേരം പാട്ടുകളൊക്കെ പാടി, പക്ഷെ കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു നോർമൽ ശബ്ദമില്ല. അപ്പോ എലഗൻസ് എന്ന ഈ പ്രോഗ്രാമിന് സാക്ഷാൽ കലാഭവൻ മണി ആയിരുന്നു വന്നിരുന്നുണ്ടെങ്കിൽ, മണിച്ചേട്ടനായിരുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് രണ്ടുപേരും ഒന്ന് കേട്ടോ. ഒന്ന് ഗസ് ചെയ്യാണ്, ഒരു ഊഹം മാത്രമാണ്. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്ക് അറിയില്ല. കയ്യടി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇപ്പൊ മണിച്ചേട്ടൻ സഞ്ജുവിന്റെ അടുത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഞാനല്ല കേട്ടോ, എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. മണിച്ചേട്ടൻ വരികയാണ്, എന്നിട്ട് പറയാം. നമസ്കാരം സഞ്ജു, സുഖല്ലേ? കാരണം എലഗൻസ് എന്ന ഈ ഒരു പ്രോഗ്രാം, എലഗൻസിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സിന്റെ അല്ലേ, എനിക്ക് തോന്നുന്നു സഞ്ജു ഒരുപാട് പാട്ടുകൾ എൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? ശരിക്കും ഇഷ്ടമല്ലേ? രണ്ടുപേരും മൂടി ഏതെങ്കിലും പാടിയില്ലെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ നാട്ടിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും വന്ന കലാകാരന്മാരെ പറ്റി എന്താണ് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. സന്തോഷം. എന്തായാലും സഞ്ജുവിനും ഈ നാട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ഇതൊരു ഗസ്സിംഗ് ആയിട്ട് കാണണം. ഒരിക്കലും എക്സ്റ്റാബ്ലിഷ് ആവാൻ അല്ലെങ്കിൽ എന്താ പറയാ, അത് എനിക്കൊരിക്കലും സാധിക്കില്ല.
ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കയ്യടി ഞാൻ ഓക്കെ. അപ്പോൾ അടുത്ത ഗാനം